നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിന് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ ആരാധിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ ഓൺലൈൻ ആരാധനയോടെ ദൈവനാമത്തെ മഹത്വം ഞങ്ങളെ അനുവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കതിലും കാവലും എന്നും പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങൾ നടത്തിയ ദൈവത്തിൽ ആശ്രയിപ്പാൻ, ഇതുവരെയും പരിപാലിച്ച കർത്താവിനെ സ്തുതിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കണമേ. ഈ ആരാധന പിതാവേ ഭവനങ്ങളിലും മറ്റ് സ്ഥാനങ്ങളുമായിരുന്ന പകടുകലാർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ, നിൻ്റെ ദൈവമായ കൃപയിൽ സകലം ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് കാൽമുത്ത് വയ്ക്കുന്ന അടിയങ്ങളെയും ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റെക്കോർഡിംഗ് നടത്തുന്നതായി പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും സാന്നിധ്യവും ഇപ്പം ഞങ്ങളെ സഹായിക്കണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ നാമത്തിലെ സ്തുതിക്ക് മഹത്വമായി നമുക്ക് പാട്ടുപാടി ആരാധന തുടരാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിനെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമേറുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പൊക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കൊണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഞാൻ സുഖത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഗതി നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തതുമല്ല, പാവം ഒഴികെ സബത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടേ നമുക്കുള്ളത്. അതിനാ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കുറവുള്ള ദിവസത്തിൽ ഏറ്റുപറയാം, മുട്ടുകളെ മുടക്കാം, പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന ഒരുമിച്ച് പങ്കുചേരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തനം നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കണിയുണ്ടാകുന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിപ്പാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. ആമേൻ. എപ്പോഴും കണിയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവും ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥന് കാര്യസ്ഥനമായ യേശുക്രിസ്തു ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാഗണിയോടുകൂടി കണ്ടുകൊണ്ട് ഞങ്ങളെ അയച്ചുവിടണമേ. ആമേൻ. ദൈവജന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. 100-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സകല ഭൂവാസികളുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവീൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവനെ സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 111-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. Let us read Psalms 111 as responsive reading. സങ്കീർത്തനങ്ങൾ 111. യഹോവയെ സ്തുതിപ്പീൻ. ഞാൻ നിരളുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവൻ്റെ പ്രവൃത്തിയും മഹത്വവും തേജസ്സുമുള്ളത്. അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവർത്തനങ്ങൾ സത്യവും ന്യായവുമാകുന്നു.
അവയെന്നതേക്ക് സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവൻ്റെ സ്തുതി എന്നേക്ക് നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെ. മോശയും മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേവ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നും അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട്, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തു മാത്രം എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഫിയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ്, നീയാകുന്നു ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമി നിന്റെ പ്രഭാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവസമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷികളുടെ ശ്രേഷ്ഠത നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വനിതനായ സത്യഗുപ്തനെയും ആശ്വാസപദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫറമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പിതാവിൻ്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാ നിന്റെ വലിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തിടാടി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലവസം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ.
കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതൽ 26 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to St. John chapter 12 verses 20-26. വിശുദ്ധ യോഹന്നാൻ 12:20 മുതൽ 26 വരെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസ് അടുക്കച്ചവനോട്, യജമാനേ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമൂണി നിലത്ത് വീണ് ചാകുന്നതിലാകില്ല തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിനെ കളയും. ഇഹലോകത്തിൻ്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ക്രിസ്തുവിനൊക്കെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. അടുത്ത പാട്ടിന് ശേഷം ദൈവവചന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കുചേരുവാനായി ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള വളർച്ച എന്നത് ദൈവജന പഠനവും ആ പഠനത്തിലൂടെ ലഭിക്കുന്ന ദൈവശാസ്ത്രപരമായ അനുഭവവും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ എപ്പോഴും ശ്രമിക്കുമെന്ന് നാം ഓർക്കുക. നാം വായിച്ചു കേട്ടതായ സുവിശേഷ വേദഭാഗം
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 20-26 വരെയുള്ള വാക്യങ്ങൾ 2 ഭാഗമായി തരംതിരിച്ച് ദൈവത്തിൻ്റെ ആലോചനയെ പങ്കിടുവാൻ നമുക്ക് ഒരുങ്ങാം. അതിൻ്റെ ആദ്യ ഭാഗമെന്നത് ജീവൻ പ്രാപിക്കുവാനും നിലനിർത്തുവാനും നല്ല ഫലം കായ്ക്കുവാനും നാം മരണാനുഭവത്തിൽ കടന്നു പോകണമെന്ന് വചനം വ്യക്തമാക്കുന്നു. രണ്ടാം ഭാഗം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സമയം ആഗതമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. 23-24 വാക്യങ്ങളുടെ ഇപ്രകാരം യേശുവിൻ്റെ വാക്കുകൾ: മനുഷ്യപുത്രൻ തേജസ്കരിക്കാനുള്ള നാഴിക വന്നിരിക്കുന്നുവെന്ന് അവിടെ ഓർപ്പിക്കുന്നു. ദ നെസസറി ഡെത്ത് പ്രിൻസിപ്പിൾ എന്ന് അതിനെ ഭാഷാന്തരം ചെയ്യട്ടെ. ആവശ്യമായ മരണതത്വമെന്ന് ആ വാക്യത്തെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കും. തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും ഇടയായി. അതിനുശേഷം ഒരു മിനി പാരബിൾ, വളരെ ചെറിയൊരു ഉപമ, ഗോതമ്പ് മണിയുടേത് ഉപമയായി ഓർപ്പിച്ചുകൊണ്ടാണ് യേശു കർത്താവ് അവിടെ ഈ വചനം വ്യക്തമായി പഠിപ്പിക്കുവാനായി ഒരുങ്ങുന്നത്. ഒരു വിത്ത് അല്ലെങ്കിൽ ഗോതമ്പ് മണി പോലതായ ഒരു വിത്ത് നിലത്ത് വീണ് ചാകുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിൻ്റെ രൂപത്തെയും അതിൻ്റെ ഭാവത്തെയും അതിൻ്റെ സത്വത്തെയും അത് നഷ്ടപ്പെടുത്തുവാനായി ഒരുങ്ങുന്നുവെന്നാണ്. When it dies, it means it gives up its form, it gives up its identity, and it gives up its shape. അങ്ങനെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു പുതിയ രൂപത്തിൽ അത് രൂപാന്തരപ്പെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. It becomes a plant, and that plant has a new function. യേശു കർത്താവ് ഈ മനോഹരമായി ചെറിയ ഉപമയിലൂടെ ഓർപ്പിക്കുന്നത് ദൈവമായുള്ള ബന്ധപ്രകാരം നാം വിനിയോഗിക്കുന്നത് ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. കൂടുതൽ ഫലം നൽകുമ്പോൾ ആ ഫലം ജീവൻ്റെ ഭാഗമായി മാറുന്നു, ജീവൻ്റെ ഉറവിടമായി മാറുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. That becomes a source of life when it produces more seeds. വിശ്വാസ സമൂഹമായ എന്നെയും നിങ്ങളെയും നമ്മുടെ രൂപവും നമ്മുടെ ഭാവവും സത്വവും നാം തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് പുതുരൂപവും പുതുശക്തിയും പ്രാപിക്കണമെന്നായ ആശയമാണ് യേശു കർത്താവോട് നമ്മെ ഓർപ്പിക്കുന്നത് മനസ്സിലാക്കണം. സോ ദാറ്റ് ഈസ് ദ ഡെത്ത് പ്രിൻസിപ്പിൾ. ഇതാണിവിടെ ഈ മരണതത്വമായി അവിടെ പറയുന്നത്. 25-ാം വാക്യം: ഒരു ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കുമെന്നും അവിടെ ഓർപ്പിക്കുന്നു. അതിനർത്ഥം ഇവിടെ പഴയ വഴികളെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ നിത്യജീവിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കില്ല എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. We need to exchange our old ways. We need to exchange our old habits. We need to exchange our old goals to new way of life. അതാണ് അവിടെ ഓർപ്പിക്കുന്നത്. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഭക്തനായ സാധു സുന്ദരസിംഗിനെ കുറിച്ചുള്ളതായ
അനുഭവത്തിൻ്റെതായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. 1889 ജനിച്ച് 14-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് 16-ാമത്തെ വയസ്സിൽ താൻ സ്നാനമേറ്റ് ഒരു മിഷണറിയായി പ്രവർത്തിപ്പാനായി താല്പര്യപ്പെട്ട് എല്ലാം ത്യജിച്ച് കാഷായ വസ്ത്രം മാത്രം ധരിച്ച് ഒരു സന്യാസിയായി ക്രിസ്തുവിന് വേണ്ടി അനേകാര്യങ്ങൾ നേടിയതായ സാധു സുന്ദർ സിംഗ് എല്ലാ വർഷവും സമ്മറിൽ സാധു സുന്ദർ സിംഗ് ഹിമാലയൻ പർവ്വതനിരകളിൽ സുവിശേഷം പ്രസംഗിക്കാനായി പോകുന്ന പതിവുണ്ടായിരുന്നു. സമ്മർ എന്ന് പറഞ്ഞാലും ഹിമാലയൻ മലനിരകളിൽ അതിശൈത്യമാണ്. നഗ്നപാതനായി താനുടുത്തിരിക്കുന്നതായ കാവിമുണ്ടും ജിബായുമല്ലാതെ മറ്റൊന്നും തണുപ്പിനെ അകറ്റുവാനായി വസ്ത്രം പോലും ധരിക്കാതെ ഈ നിസ്വാർത്ഥനായ സന്യാസി എല്ലാ വർഷവും പ്രകാരം വചനം പ്രസംഗിക്കുവാനായി പോകുമായിരുന്നു. നമുക്കറിയാം, ഹിമാലയൻ മലനിരക്കുകൾ അപകടകാരികളായ മഞ്ഞുഗർത്തവും മഞ്ഞ് കാറ്റുമടിക്കുന്ന സ്ഥലമാണ്. അവിടെ ടിബറ്റിലെ തൻ്റെ സഹായ ഒരു ടിബറ്റൻ വാസിയുമായി താൻ ഈ പർവ്വതനിരകളിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ ദുർഘടമായ പാതയിലൂടെ വളരെ ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്തെങ്കിൽ മരണം നിശ്ചയമാണ്. ഏകദേശം യാത്ര പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ മുൻപിലായി ഒരു മനുഷ്യൻ ഒരു മഞ്ഞുഗർത്തത്തിലേക്ക് വീണ് കിടക്കുന്ന കാഴ്ച സാധു സുന്ദർ കണ്ടു. തൻ്റെ കൂടെയുള്ളതായ സഹായിയോട് അദ്ദേഹത്തെ താങ്ങി എടുത്ത് രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ചെവിക്കൊള്ളാതെ മുൻപോട്ട് പോയി. വളരെ ആയാസപ്പെട്ട് ഈ മനുഷ്യരരികിലെത്തി അവനെ തൻ്റെ ചുമലിൽ ഇട്ടുകൊണ്ട് സാധു സുന്ദർ സിംഗ് ആ മലകയറ്റം വീണ്ടും ആരംഭിച്ചു. തൻ്റെ തുടർച്ചയായ മലകയറ്റം അടുത്തുള്ള ഗ്രാമത്തിനെത്തുന്ന ഏകദേശം വാരകൾക്കപ്പുറത്തായി താൻ കണ്ട കാഴ്ച, തൻ്റെ മുന്നിലായി ഈ മനുഷ്യനെ എടുക്കിൽ നിന്നും വിസമ്മതിച്ചുകൊണ്ട് സ്വയം നടന്നുപോയതായ ആ മനുഷ്യൻ ഒരു മഞ്ഞുപാളിയിൽ കുടുങ്ങി കമഴ്ന്ന് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടു. ആ ശൈത്യം മൂലം തണുത്തു വിറങ്ങലിച്ച് മരിച്ചതായ കാഴ്ച സാധു സുന്ദർ സിംഗ് കണ്ടു. എന്നാൽ തൻ്റെ ചുമലിൽ തോളോട് ചേർത്ത് ഇട്ടുകൊണ്ട് താൻ കൊണ്ടുവന്നായ അദ്ദേഹവും സുന്ദർ സിംഗും ഈ അതികഠിനമായ ശൈത്യത്തെ ജീവിച്ചതായി കണ്ടു. കാരണം രണ്ട് ശരീരങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴതായ ചൂട് ഈ രണ്ട് ജീവനെ നിലനിൽക്കുവാനായി ഇടയായി. അപ്പോൾ സാധു പറഞ്ഞു, യേശു കർത്താവ് പറഞ്ഞ ഈ വാക്യം താൻ ഓർപ്പിച്ചു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കുമെന്ന് ഓർപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ നാം ചില വസ്തുക്കൾ വിട്ടേ മതിയാകത്തുള്ളൂ. എന്നാൽ ജീവരക്ഷയ്ക്കാ നാം ചെയ്ത് സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ. ഇതാണ് നിത്യജീവനിലേക്കുള്ളത് നമ്മുടെ വാസമെന്ന് നമ്മെ ഓർപ്പിക്കുന്നു, മനസ്സിലാക്കുന്നു. 26-ാം വാക്യം മുതൽ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്ന് അവിടെ ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയ എന്നതാണ് ഏറ്റവും പ്രാധാന്യമെന്ന് ഇന്ന് ഓർപ്പിച്ചുവല്ലോ. നിത്യജീവൻ പ്രാപിപ്പാൻ വേണ്ടി വിട്ടുകളയുവാനായിട്ട് നാം ഒരുങ്ങണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മാതൃക നാം ശ്രദ്ധിക്കുമ്പോൾ 3 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയ്ക്കായി 30 വർഷക്കാലം തന്നെ ഒരുക്കം നടത്തിയത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ
അത്ഭുതങ്ങളും അടയാളങ്ങളാലും തൻ്റെ പഠനത്താലും അനേകരെ അത്ഭുതപ്പെടുത്തുവാനായിട്ട് യേശു കർത്താവിനെ സാധിച്ചു. 3 വർഷക്കാലത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപ യാഥാർത്ഥ്യമായിടേതാ നമ്മെ മനസ്സിലാക്കുക. ദൈവം നമ്മെ വിളിക്കുമ്പോൾ നാം ഓർക്കണമേ, ബി വില്ലിംഗ് ടു ഡു എനിത്തിങ് ഫോർ ഗോഡ്. അതാണ് ശുശ്രൂഷയുടെ മഹത്വമെന്ന് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം എന്ത് നമ്മോട് ആവശ്യപ്പെടുന്നു അത് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകണമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. വെൻ വി ഫോളോ ജീസസ് ക്രൈസ്റ്റ്, ആ യേശുവിനെ നാം പിന്തുടരുകയാണെങ്കിൽ, ഹി വിൽ കോൾ യു ടു വാട്ട് യു നീഡ് ടു ഡു. നാം അവൻ ആഗ്രഹം ചെയ്യുവാനായിട്ടാണ് നമ്മെ വിളിക്കുന്നത്. കാര്യം നാമെ മറന്നു പോകരുത്. അതാണ് പറഞ്ഞത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് അവിടെ ഓർപ്പിക്കുന്നു. ഇതാണ് ഒരു ദൈവപൈതലിന് ശുശ്രൂഷയുടെ മാതൃകയായി നമുക്ക് നൽകപ്പെടുന്നത്. എ സ്പിരിറ്റ് ഫിൽഡ് സബ്മിഷൻ ഈസ് നെസസറി. ആത്മാവിൽ നിറയപ്പെട്ടതായ വിധേയത്വം ക്രിസ്തുവിനോട് ദൈവത്തോടും കാണിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ പൂർണ്ണമാകുന്നത്. പിന്നീട് വചനം ഓർപ്പിക്കുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അതെ, വി വിൽ ബി ഓണേഡ് ബൈ ദ ഫാദർ. ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുന്നവർ പിതാവിനാൽ മാനിക്കപ്പെടുന്നതും നാമെ മനസ്സിലാക്കണമേ. ഇന്ന് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരെ പിതാവ് മാനിക്കുന്ന അവസരമാണെന്ന് മറക്കരുത്. ഇന്നും അനേകർ ക്രിസ്തുവിനെ യഥാർത്ഥം അറിഞ്ഞ് സേവിപ്പാനായി ഒരുക്കപ്പെടുന്നത് നാം മറക്കരുത്. എൻ്റെ നിങ്ങളുടെ ജീവൻ, എൻ്റെ നിങ്ങളുടെ ജീവിതം ദൈവത്താൽ ഇന്ന് നിലനിർത്തപ്പെടുന്നു ഓർത്തുകൊണ്ട് ഈ ആരാധന പ്രകാരം ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാനായി ദൈവം എന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. എന്നെ ഈ ആരാധനയിൽ ശ്രമിക്കുന്ന ഏവരും കാണുന്ന ഏവരും ഈ ആരാധന ഭവനങ്ങളിലും ഒരു സ്ഥാനങ്ങളുമായിരുന്ന് ഇത് കാണുവാനും കേൾക്കുവാനും ഇടയായത് ദൈവം നിങ്ങളെ കരുതുകയും നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഓർക്കുക. അതുകൊണ്ട് നിശ്ചയമായും എൻ്റെയും നിങ്ങളുടെയും ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കുന്നതായ ദൈവം, എൻ്റെയും നിങ്ങളുടെയും തലയിലെ മുടി പോലും വീഴുന്ന അറിയുന്നവനായ ദൈവം, ആ ശാശ്വത ദൈവത്തിൻ്റെ കരങ്ങൾ താണിരിപ്പാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ചിലതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ടാന്ന് വെച്ചുകൊണ്ട് നമ്മുടെ രൂപവും നമ്മുടെ ഭാവവും നമ്മുടെ സത്യവും നാം നഷ്ടപ്പെടുത്തി പുതു രൂപത്തിൽ നല്ല ഫലം കായ്ച്ച് ജീവൻ്റെ അവകാശികളെ തീരുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മനാൽ നമ്മെ അവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമോത്വവും തേജസ്സും കാലാവസ്ഥന് കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ചേർന്നുവല്ല. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിച്ചു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം വെച്ച് എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വപിതാവായ ദൈവത്തിൽ വിഭാഗത്തിരിക്കുന്നു. അവിടെ ഞങ്ങളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മനെ ഞാൻ വിശ്വസിക്കുന്നു. സകാലിക സഭയിലും ഉത്തമാട് സംസർഗത്തിലും ഭാവമോചനത്തിലും ചെയ്തവാനത്തിലും തിരുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുകളെ മടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കണിയുണ്ടാകണമേ. സുഖസ്ഥന ഞങ്ങളുടെ പിതാവേ, തിരുനാമമാക്കണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ട പോലെ ഭൂമിലുമാകണമേ. ആവശ്യമുള്ള ആഹാരം കാണമേ. കടക്കാടി ക്ഷമിക്കുന്ന പോലെ കടങ്ങളെയോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിക്കാതെ ദോഷം പിടിക്കണമേ. നാരാജ്യവും ശക്തിയും മഹത്വവും നീളതാകുന്നു. ആമേ. പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് മുമ്പ് 7-ാം ആഴ്ചയിലേക്കുള്ള അപേക്ഷ. വൈദിക വിദ്യാഭ്യാസ ഞായർ. വൈദിക വിദ്യാഭ്യാസം വിശ്വാസത്തിൻ്റെ പരിജ്ഞാനവും പ്രായോഗികതയും.
സർവശക്തനായ ദൈവമേ, ഗോതമ്പ് നിലത്ത് വീണ് ചത്ത് ഫലം കായ്ക്കുന്ന പോലെ ലൗകികതയെ അതിജീവിക്കുവാനും നിത്യവിനെ സ്നേഹിപ്പാനും സാധാരണ ജനങ്ങളെ നീ വിളിച്ചുവല്ലോ. തിരുവനന്തപുരത്തെ ധ്യാനിപ്പാനും വ്യാഖ്യാനിക്കുവാൻ അറിവും പരിജ്ഞാനമൊക്കെ തകർന്നു കിടമേ. ദൈവശാസ്ത്ര പഠനത്തിലേർപ്പെടാൻ യുവജനങ്ങൾക്ക് മാർഗദർശനവും പ്രചോദനവും നൽകണമേ. വൈദിക വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നീതിന്യായവും സമാധാനം നിൽക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കായി പ്രവർത്തിപ്പാൻ നിന്റെ പരിശുദ്ധാത്മ നിറയ്ക്കണമേ. പിതാവിനോട് പരിശുദ്ധാനീകതയുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിലുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധയാഗനകളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ വരുന്നത് നിന്റെ കൽപ്പനകളനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തത്തോടും കാലം കഴിപ്പാനും ലോകത്തിരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ സഭ യേശു ജീവിതം മൂലം രടിയാരാക്ക് തകണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ. സകല നന്മകളുടെയും കാരണദാതാവുമായി സകല ശക്തിയും ബലമുള്ള കർത്താവേ, നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നട്ട് സത്യമായ ദൈവഭക്തി ഞങ്ങളെ വർദ്ധിപ്പിച്ച് സകല നന്മ ഞങ്ങളെ പോഷിപ്പിച്ച് വിത്തനേൻ്റെ മഹാഗുണം ഞങ്ങളെ നിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളിങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. അറിയിപ്പുകൾ. ഇന്ന് ഈ ഓൺലൈൻ ആരാധനയിൽ ഭവനങ്ങളിലും പരിസ്ഥാനങ്ങളുമായി പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആരാധനയ്ക്കായി ദേവാലയത്തിൽ ഇപ്പോഴും 15 പേർക്ക് മാത്രമാണ് അനുവാദമുള്ളത്. അസെൻഷ്യൽ ആലയത്തിലും മൗണ്ട് ചാപ്പലിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് ആരാധന ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ചയും അതുപോലെ ഈ സമയങ്ങളിൽ 2 സ്ഥലത്തും ആരാധന ഉണ്ടായിരിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ നൽകുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 7:30 ആരാധന അസൻഷൻ പള്ളിയിൽ നടത്തപ്പെടുന്നതാണ്. 15 പേർക്ക് പങ്കെടുക്കാവുന്നതാണ്. വ്യാഴാഴ്ചയ്ക്ക് മുമ്പായിട്ട് അങ്ങനെയുള്ളവർ പേര് നൽകുവാനായിട്ടും പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഏരിയ പ്രാർത്ഥന ഓൺലൈനായി നടത്തപ്പെടുന്നതാണ്. എല്ലാവരും അതിൽ പങ്കുചേരുവാനായി സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഓൺലൈനായി നടത്തപ്പെടുന്നു. പങ്കുചേരുവാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് ഓൺലൈനായി കൂടുന്നതാണ്. അതിലും പങ്കെടുപ്പാനായി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ബുധനാഴ്ച 7-ാം തീയതി അസൻഷൻ യൂത്ത് ക്ലബിൻ്റെയും മാങ്ങാനം മന്ദിരം ആശുപത്രിയുടെയും സംയുക്തമാഭിമുഖ്യത്തിൽ നമ്മുടെ ഇടപെടൽ നേതൃത്വത്തിൽ പെയ്ഡ് വാക്സിനേഷൻ ക്യാമ്പ് വളരെ വിജയകരമായി നടത്തപ്പെട്ടു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്ക് സാങ്കേതിക വൈദ്യ സഹായം നൽകിയതായ മന്ദിരം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, നേഴ്സുമാർ, അതിനു വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ജോർജ് വർഗീസ്, കൺവീനേഴ്സ് ജിക്കി ജഗബാൻഡൂസ്, യൂത്ത് മൂവ്മെൻറ്റ് സെക്രട്ടറി ജാസൻ ഡേവിഡ്, ചർച്ച് വാർഡൻ സെക്രട്ടറി, വോളണ്ടിയേഴ്സ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. സമൂഹത്തിന് നൽകിയ വലിയ സേവനം സഭയുടെ അംഗങ്ങൾക്കും മറ്റും നൽകുവാനിടയായല്ലോ. രജിസ്ട്രേഷൻ നമ്പർ വളരെ കൂടുതലായാൽ നമുക്ക് എല്ലാവർക്കും നൽകുവാനായി സാധിച്ചില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇനിയും ആളുകൾ കൂടുതൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്യാമ്പ് കൂടി നടത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരെയും അത് അറിയിക്കുന്നതും ആയിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ പിറന്നാൾ വിവാഹ വാർഷികമാദ്യത്തെ പേര് വായിക്കുന്നു. ആരാധനയിൽ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ ഭവനങ്ങളിൽ അതാത് സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണമെന്നും ഓർപ്പിക്കുന്നു. രാജൻ ജെയിംസ് ചിറയിൽ, ഷാജു ജേക്കബ് മള്ളിയിൽ, സാ മാത്യു ആൻഡ്രൂസ് വലിയ വീട്ടിൽ, ഏലിയമ്മ ചെറിയാൻ ചെറുവള്ളിക്കുന്നേൽ, ജോർജ് വർഗീസ് പ്രാപ്പറമ്പിൾ, PI ജോസഫ് പുത്തൻ മേനിക്കൽ, റോജിൻ ജോൺ തോമസ് ചിറയിൽ, ഷേർലി ജേക്കബ് കൊച്ചുകളിക്കൽ, സോണി വർക്കി ജോർജ് പാറപ്പുറം, എബൻ മനോജ് ഫിലിപ്പ് മണാക്കുന്നേൽ, വിക്ടർ ജോസയ മങ്കുഴി, ജോൺ കോശി മാടവനം, ജോന ബോബൻ ഇറക്കത്തിൽ, അന്നാമി എബ്രഹാം കൊല്ലപ്പറമ്പിൽ,
അജീഷ് ജോസഫ് കപ്രായിൽ, ബാബു ജോൺ വേങ്ങശ്ശേരിൽ, രാജയ ജോസ് തുണ്ടിയിൽ, ആനി ജേക്കബ് വടക്കേക്കര, അനീറ്റ രത്ന പുളിക്കൽ, ജോബി എൽസ ജോസ് ഇറക്കത്തിൽ, സുനിൽ എബ്രഹാം ടൈറ്റസ് ചിലമ്പത്ത്, ജിക്കു ജോൺ മാത്യു കൊച്ചുവീട്ടിൽ, ശില്പ സാറ മാത്യു അറത്തൂട്ടിൽ, റോബിൻ ജോർജ് ജോസഫ് വളവനാട്ട്, ഷിബു വർഗീസ് പ്ലാപ്പറമ്പിൽ, ജെയിംസ് വർഗീസ് പ്ലാപ്പറമ്പിൽ, ജോളി സണ്ണി കല്ലൂർ, ജെറിൻ ജേക്കബ് മാത്യു വെട്ടിക്കാട്ട്, മിഥുൻ ജേക്കബ് വർഗീസ് മഴുക്കാട്ട്, ആൽവിൻ അബി കാക്കനാട്, സറ മേരി കുര്യൻ കല്ലൂത്ര, സുധി റൈച്ചൽ മാത്യു മാളിയേക്കൽ, ഷേർലി നിവാസ്. വിവാഹവാർഷികം ആചരിച്ചവർ: റോയ് തോമസ് ഉമ്മനാൻ, സൂസൻ റോയ് തോമസ് മദലഞ്ചേരിൽ, അനീഷ് കെ ചെറിയൻ ആൻഡ് രോഹിണി അനീഷ് കോയിക്കൽ, റോബിൻ ജോൺ ആൻഡ് ജയ റോബിൻ തോപ്പിൽ, കെ സി എബ്രഹാം ആൻഡ് അന്നാമ എബ്രഹാം കിടറ്റുമൂട്ടിൽ, അനിൽ ജേക്കബ് ആൻഡ് പ്രീത അനിൽ മഴുക്കാട്ട്, ജോൺ തോമസ് പി ആൻഡ് മറിയാമ്മ തോമസ് പാറയ്ക്കൽ, മാത്യു ഫിലിപ്പ് ആൻഡ് റേച്ചൽ മാത്യു മണ്ണാകുന്നേൽ, അഞ്ജു സോണി ആൻഡ് സോണി മാത്യു തോമസ് മടത്തിപ്പറമ്പിൽ ശാലിം, അനുജയ് ഏലിയാസ് ആൻഡ് അനു ജേക്കബ് ഏലിയാസ് തടത്തിൽ, രാജു ജേക്കബ് ആൻഡ് കുഞ്ഞമ്മ രാജു കോട്ടത്തറ, സാം ടി ജോൺ ആൻഡ് ചിന്നമ്മ സാം തോട്ടുകടവിൽ, പ്രശാന്ത് മാത്യു ആൻഡ് മീതു ഫ്രാൻസിസ് കൊല്ലാമ്പറമ്പിൽ, രഞ്ജിമോഹൻ പി വർഗീസ് ആൻഡ് മഞ്ജു വി വർക്കി പെരുങ്കുഴി. സകല നന്മകളുടെയും കാരണനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഒരു വർഷക്കാലം കാത്തു പരിപാലിച്ച ഞങ്ങൾ പേർ പറഞ്ഞ എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. കുടുംബജീവിതത്തിൽ വർഷം പരിപാലിച്ചതായ നിന്റെ മക്കളെ ഓർത്ത് സ്തോത്രം. യഹോവേ, ഭയപ്പെട്ട് അവൻ്റെ വഴി നടക്കുവാനും മക്കളെ ഇവിടുന്ന് അനുവദിക്കുന്നുവല്ലോ കർത്താവേ. പിറന്നാളായ എല്ലാ മക്കളെയും എടുത്ത് സ്തോത്രം കർത്താവേ. ജുരക്ഷക്കാലം ദൈവത്തിൻ്റെ കരുതലും കാവലും ഈ പ്രേമകളെ കാത്തു പരിപാലിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഇത്രത്തോളം സഹായിച്ച ദൈവമേ, ഇതുവരെയും നടത്തിയ കർത്താവേ, അങ്ങിൽ മാത്രം ആശ്രയിപ്പൻ മക്കളെ അടിയങ്ങളെയും സഹായിക്കണമേ. സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങൾക്കായിരിക്കുന്ന ഭവനങ്ങളിലോ മറ്റ് സ്ഥാനങ്ങളിലോ ദൈവത്തെ സ്തുതിപ്പാൻ മക്കളെ സഹായിക്കണം. അനുദിനവിടുത്തെ കൃപയും കരുതലും കാവലും പങ്കിട്ട് ജീപ്പാൻ നിന്റെ മക്കളുടെയും യോഗ്യരാക്കണം. നാഥ, ഈ പൽക്കാലം ആരാധന പകി ഞങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം എടുക്കണം, യേശു മൂലം യാചന കേൾക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഇപ്പോഴും എപ്പോഴിരിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ഈ നിമിഷം വരെയും ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വരാമായിരുന്ന
വലിയ ആപത്ത് അനർത്ഥങ്ങളൊക്കെയും നമ്മളെ കാത്തുപരിപാലിച്ച് അവൻ്റെ ചെറിയ കീഴിലായിരിക്കാൻ ദൈവം തരുന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എത്രയോ പേര് ഇങ്ങനൊരവസരം ലഭിക്കാതെ, കൂട്ടായ്മ കൂടുവാൻ സാധിക്കാതെ ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്ക് തന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് ഈ ആരാധനകളിൽ പങ്കെടുക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ തക്ക സമയത്ത് തന്നെ ദൈവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലെ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും ഓൺലൈൻ വഴിയൊക്കെയും ക്ലാസ്സുകളിൽ പഠിക്കുന്നു. ദൈവകർത്താവേ, ഒരിക്കലും ലോകമോഹങ്ങൾക്ക് അടിമപ്പെടാതെ ഇരിപ്പാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഒന്നിനോടും അമിതമായിട്ടുള്ള താല്പര്യമുണ്ടാകാതിരിക്കാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടക്കാർ, സീനിയർ പട്ടക്കാർ, ചേർച്ച് കമ്മിറ്റി, സംഘടനാ ഭാരവാഹികൾ, ജനങ്ങളെല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസ് സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേരിട്ടുമല്ലാതെയും നമുക്ക് വേണ്ടി പ്രവർത്തനം നൽകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുവഞ്ചാന് വേണ്ടി പ്രാർത്ഥിക്കാം. ബാവുച്ചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. മനീഷിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ഒരു വിശ്വാസ സമൂഹമായി നിൽപ്പാൻ ദൈവം തരുന്ന കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തുടർന്നും നല്ല മാതൃകയായുള്ള ഐക്യതയോട് കൂടെ നിൽക്കുന്ന ഒരു സമൂഹമായി പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഇതര സഭാ കൂട്ടങ്ങൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. ഈ നാളുകളിൽ രോഗത്തിലൂടെ മറ്റ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ആശ്വാസം, സമാധാനം അവർക്കൊക്കെയും ലഭിപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സ്വകാര്യമായുള്ള ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൽ ഫലമേൽപ്പിക്കാം. നമ്മുടെ മഹാദേവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, അൽമായർ, ഓഫീസേഴ്സ്, എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെ ബിഷപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നേതൃത്വം തുടർന്നും കൊടുക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസമാധാനം നിറഞ്ഞു നിൽക്കുന്നതായുള്ള ഇടങ്ങളിൽ സമാധാനം ലഭിക്കാനായിട്ട്, ഐക്യത കൈവരിക്കുവാനായിട്ട്, കൂട്ടായ്മ നേടുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തെ നമുക്ക് ദൈവത്തിൻ്റെ ഫലമേൽപ്പിക്കാം. മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ നാളുകളിൽ ദൈവകൃപ അനുഭവിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണമേ എന്ന്
നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആതുര സേവന മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുമായി ബന്ധപ്പെട്ട് മറ്റ് എല്ലാ മേഖലകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ടതായുള്ള ജ്ഞാനം, കഴിവ്, അറിവ് ഒക്കെയും ദൈവം തക്ക സമയത്ത് തന്നെ നൽകി നമുക്ക് വേണ്ട സുരക്ഷിതത്വം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണകർത്താക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതിബോധത്തോടുകൂടെ പ്രവർത്തിപ്പാൻ വേണ്ട കൃപകളെ കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഇന്ന് പല കാരണങ്ങളാൽ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ചേർത്തുകൊണ്ട് മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമുക്കെല്ലാവർക്കും ചേർന്ന് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ചേർന്ന് ചെല്ലാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സ്ഥലമനുഷ്യരോടും നിനക്കുള്ള സ്ഥലനന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വവുമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സ്ഥല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങൾ ആദരം കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടി സ്തുതി പ്രസപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർമ്മങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നുവല്ലോ. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവർ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. അടുത്ത പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളായിരിക്കുന്ന അതാത് സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ് എന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതിയെയും വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് ഞങ്ങൾക്കൊന്നിച്ച് വ്യത്യസ്ത സ്ഥാനങ്ങളാണെങ്കിലും ആയിരുന്ന കൂട്ടായ്മ ആചരിപ്പാൻ നീ തരുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി ഞങ്ങൾ സ്ഥാനത്താണെങ്കിലും ആത്മീകമായും മാനസികമായും ഒന്നിച്ച് കടന്നു വരുവാൻ നീ തരുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ ആരാധനയ്ക്ക് തന്ന കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അർത്ഥവത്തായുള്ള കൂട്ടായ്മയിൽ പ്രവേശിപ്പാൻ നൽകിയ കൃപകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, വന്നുപോയ കുറവുകളൊക്കെയും ക്ഷമിക്കണമേ, ഒന്നും കണക്കിടരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ നിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വേദപുസ്തകത്തെക്കുറിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപകളെ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിരിയുന്നെങ്കിലും പിരിയാത്ത നിൻ്റെ സാന്നിധ്യത്തോട് കൂടെ ഇരിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ.
അടുത്ത ആഴ്ച കൂടി വരുവരെയും നിന്റെ ചെറിയ കീഴിലായിരിക്കാനായിട്ട് ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറയ്ക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.